വികസന നേട്ടങ്ങളുടെ പെരുമഴ. വിജയപ്രയാണം തുടരാൻ ഇടതുപക്ഷം തുടരണമെന്ന് അഡ്വക്കേറ്റ് വി മുരുകദാസ്. സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ സമഗ്ര വികസനത്തിന്റെയും സാമൂഹ്യക്ഷേമത്തിന്റെയും മികച്ച മാതൃകകളാണ് കേരളത്തിന് സംഭാവന ചെയ്തതെന്നും അതിന്റെ ഫലമായി എല്ലാ രംഗത്തും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നേട്ടങ്ങളുടെ നെറുകയിലെത്താൻ ചിറ്റൂർ മണ്ഡലത്തിനായെന്നും കൈവരിച്ച നേട്ടങ്ങൾ കൂടുതൽ മികവോടെ തുടരാനും സ്വപ്നതുല്യമായ ഇനിയും ഒട്ടേറെ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകാനും ജനനന്മയുടെ ഹൃദയപക്ഷമായ ഇടതുപക്ഷത്തെ വീണ്ടും വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ച് ചിറ്റൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി മുരുകദാസ്. സുസ്ഥിര വികസനത്തിന്റെയും സംശുദ്ധ ഭരണത്തിന്റെയും ജനകീയ ഉറപ്പായ നവകേരള സൃഷ്ടിയുടെ പൂർത്തീകരണത്തിലും ചിറ്റൂരിന്റെ കയ്യൊപ്പ് ചാർത്താനും നേട്ടങ്ങളുടെ പെരുമഴക്കാലം ചിറ്റൂരിൽ ആവർത്തിക്കാനും തന്നെ മോതിരം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പോൽപ്പുള്ളി ഇന്നാശിക്കുളമ്പ് ജംഗം നഗറിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജംഗം സമുദായാംഗങ്ങൾ അവരുടെ ആചാരപ്രകാരം ആരതി ഒഴിഞ്ഞാണ് സ്വീകരണം നൽകിയത്. ചിറ്റൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ജംഗം സമുദായ കൂട്ടായ്മ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് സ്വീകരണം നൽകിയത്. ചിറ്റൂർ മണ്ഡലത്തിൽ തന്റെയും മുഴുവൻ ജനങ്ങളുടെയും സ്വന്തം കൃഷ്ണൻകുട്ടിയേട്ടൻ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത്. എല്ലാവർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കി. കിഴക്കൻ മേഖലയുടെ തീക്ഷ്ണമായ ജലപ്രശ്നം പരിഹരിക്കാൻ RB കനാൽ യാഥാർത്ഥ്യമാക്കി. മൂലത്തറ ഡാം നവീകരിച്ചു. കനാലുകൾ മുഴുവൻ നവീകരിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ആ മണ്ഡലത്തിലെ ഭൂരിഭാഗം പൊതുവിദ്യാലയങ്ങളെയും ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി. ചിറ്റൂരിന്റെ വിജയ ശതമാനം സംസ്ഥാന നിലവാരത്തിനൊപ്പം എത്തിച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം എല്ലാവർക്കും തൊഴിലും ഉറപ്പുവരുത്തുന്നു. രജിസ്റ്റർ ചെയ്യുന്ന തൊഴിൽ രഹിതർക്ക് മികച്ച പരിശീലനത്തിലൂടെ തൊഴിൽ ലഭ്യമാക്കാൻ ഉറപ്പാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ ചിറ്റൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇന്ന് രാജ്യത്ത് 2ാം സ്ഥാനത്താണ്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയെ മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തി. മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയെന്ന് മാത്രമല്ല, ഡോക്ടർമാരുടെ സേവനം മുഴുവൻ സമയവും ഉറപ്പുവരുത്തി. എല്ലാ റോഡുകളും നവീകരിച്ചു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3,02,312 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുവാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. വാർഡ് മെമ്പർ പുതുക്കുടി സന്തോഷ്, ജയൻ കല്ലുകുട്ടിയാൽ, എല്ലപ്പുള്ളി പഞ്ചായത്തിലെ വാർഡ് മെമ്പറും ജംഗം സമുദായ പ്രതിനിധിയുമായ സരസു എന്നിവരെ കൂടാതെ സമുദായ കൂട്ടായ്മയുടെ യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു.